സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സുന്നത്ത് കുസുമം മാസികകൾക്ക് ഓരോ മദ്രസയിലും വരി ചേർന്ന് കഴിഞ്ഞാൽ റേഞ്ച് മാഗസിൻ സെക്രട്ടറി അല്ലെങ്കിൽ റേഞ്ച് സെക്രട്ടറി ഓരോ മദ്രസകളെയും റേഞ്ച് ലോഗിൻ ചെയ്തുകൊണ്ട് അപ്രൂവൽ ചെയ്യണം. അങ്ങനെ അപ്രൂവൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റേഞ്ച് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് അടിക്കാനുള്ള സ്ഥലം ഈ പേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. ഈ കാര്യം ചെയ്യേണ്ടത് റേഞ്ച് മാഗസിൻ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ റേഞ്ച് സെക്രട്ടറിക്ക് ഇത് ചെയ്യാം. നമുക്ക് ക്യാമ്പയിൻ 2026 എന്ന് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ റേഞ്ചിലെ കുറേ മദ്രസകൾ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഈ സ്ക്രോൾ ഇവിടെ താഴെ ഈ വലത് ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓരോ മദ്രസകളും അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്ത ഫൈനൽ സബ്മിറ്റ് അടിച്ച മദ്രസകളാണെങ്കിൽ അതിൻ്റെ താഴെ റേഞ്ച് അപ്രൂവൽ എന്ന് കാണുന്നതിൻ്റെ താഴെ വെരിഫൈ എന്ന ഒരു ബട്ടൺ വന്ന് കാണും. അത് മദ്രസകൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, മദ്രസകൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ വെരിഫൈ എന്ന ഈ ബട്ടൺ കാണുകയില്ല. നമുക്കിപ്പോൾ ആദ്യത്തെ മദ്രസയെ നോക്കാം. മുനവ്വിറുൽ ഇസ്ലാം എന്ന മദ്രസ പേയ്മെൻറ്റ് ചെയ്യുകയും അവർ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി പുതുതായി വരിക്കാരെ ചേർക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ പുതുതായി അവർക്ക് വെരിഫൈ ചേർക്കണമെങ്കിൽ അവസാനമായി ഒരു ഓപ്ഷൻ ഉള്ളത് റേഞ്ച് സെക്രട്ടറിയോ റേഞ്ച് മാഗസിൻ സെക്രട്ടറിയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റേഞ്ച് മാഗസിൻ സെക്രട്ടറിക്ക് ഒരു ഓപ്ഷൻ അവർക്ക് ചെയ്തു കൊടുക്കാം. അത് വ്യൂ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ റീ ഓപ്പൺ എന്നൊരു ബട്ടൺ കാണും. ഈ റീ ഓപ്പൺ റേഞ്ച് മാഗസിൻ സെക്രട്ടറി ചെയ്തു കൊടുത്താൽ അവർക്ക് പുതുതായി സുന്നത്ത് കുസുമം വരിക്കാരെ ചേർക്കാൻ പറ്റും. പക്ഷേ മുമ്പ് ചെയ്തതിനെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയുകയില്ല. അങ്ങനെ പൂർണ്ണമായും ഒരു മദ്രസയിൽ നിന്ന് സുന്നത്ത് കുസുമം മുഅല്ലിം വരിക്കാരെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റേഞ്ച് മാഗസിൻ സെക്രട്ടറി ഓരോ മദ്രസയുടെയും നേരെയുള്ള വെരിഫൈ എന്ന ഈ ഗ്രീൻ ലെറ്ററിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഈ മദ്രസയുടേതുണ്ട്, ഈ മദ്രസയുടേതുണ്ട്, ഇപ്പോൾ എല്ലാ മദ്രസകളിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു മദ്രസക്ക് മാത്രം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല. അതിൻ്റെ കാരണം ആ മദ്രസക്കാർ, ആ മദ്രസയിലത്തെ സദറുസ്താദ് അവരുടെ മദ്രസ ലോഗിൻ ചെയ്തുകൊണ്ട് ഫൈനൽ സബ്മിറ്റ് അവർ ചെയ്തിട്ടില്ല. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അതായത് ക്യാഷ് ഓൺലൈനിലായി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അടക്കുകയും ഫൈനൽ സബ്മിറ്റ് എന്ന ഒരു മെനു താഴെ കാണുന്നത് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വെരിഫൈ എന്ന് കാണാത്തത്. നമുക്ക് ഈ ആദ്യത്തെ മദ്രസയെ വെരിഫൈ ചെയ്യാം. കാരണം ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് അവരുടെ സദറുസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ വരിക്കാരെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് സെക്രട്ടറി വെരിഫൈ ചെയ്യാം. റേഞ്ച് സെക്രട്ടറി ഇത് വെരിഫൈ ചെയ്യലോടുകൂടി പിന്നെ റീ ഓപ്പൺ എന്ന ഓപ്ഷൻ റേഞ്ച് സെക്രട്ടറിക്ക് പോലും കിട്ടുകയില്ല. അതോടുകൂടി അവരുടെ മദ്രസയിലെ വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിൻ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിത് വെരിഫൈ ചെയ്യാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഒരു ബോക്സ് നമ്മളോട് ചോദിക്കുക എന്നാണ്, നിങ്ങളുടെ അപ്രൂവൽ സ്റ്റാറ്റസ് നമ്മൾ കൺഫേം ചെയ്യുന്നു എന്നുള്ളത്. അത് ഓക്കെ ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യലോടുകൂടി ഇവിടെ അപ്രൂവ്ഡ് എന്നായിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ പെൻഡിങ് ആണ്. റേഞ്ച് അപ്രൂവൽ താഴത്തെ മദ്രസകളൊക്കെ പെൻഡിങ് ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബട്ടൺ മാത്രം അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞു. ഇനി ആ മദ്രസക്ക് നമുക്ക് പുതുതായി ചേർക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനെ റേഞ്ച് മാഗസിൻ സെക്രട്ടറി ഓരോ മദ്രസകളെയും വെരിഫൈ ചെയ്യണം. ഇപ്പോൾ മറ്റുള്ള മദ്രസകളൊന്നും ഇതിൽ നമുക്ക് കൺഫേം അല്ലാത്തതുകൊണ്ട് വെരിഫൈ ചെയ്യുന്നില്ല. അതാത് റേഞ്ച് സെക്രട്ടറികൾ, മാഗസിൻ സെക്രട്ടറിമാർ ചെയ്തുകൊള്ളും. നമുക്ക് ഇങ്ങനെ ഓരോ മദ്രസയും
ഫൈനൽ സബ്മിറ്റ് അടിക്കുകയും റേഞ്ച് മാഗസിൻ സെക്രട്ടറി ഓരോ മദ്രസയും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ റേഞ്ച് മാഗസിൻ സെക്രട്ടറി ചെയ്യണം. ഫൈനൽ സബ്മിറ്റ് കൂടി അടിക്കലോടുകൂടി പൂർണ്ണമായിട്ടും ആ റേഞ്ചിൻ്റെ ക്യാമ്പയിൻ അവസാനിച്ചു. അതുകൊണ്ട് എല്ലാ മദ്രസകളുടെയും കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ ഈ കാണുന്ന ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മൾ ഫൈനൽ സബ്മിറ്റ് എന്ന് കൊടുത്താൽ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. റേഞ്ച് അപ്രൂവൽ പെൻഡിങ്, പ്ലീസ് അപ്രൂവ് ഓൾ ബിഫോർ ഫൈനൽ സബ്മിഷൻ. ഇവിടെ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മദ്രസകളൊക്കെ വെരിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ മദ്രസകളൊന്നും വെരിഫൈ ചെയ്യാതെ താഴെ ഫൈനൽ സബ്മിറ്റ് അടിച്ചാൽ റേഞ്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് ഇത്രയും മദ്രസകൾ ഇവിടെ ബാക്കിയുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് പൂർണ്ണമായും ചെയ്ത് കഴിഞ്ഞ ഒരു ടെസ്റ്റ് റേഞ്ച് ഉണ്ട്, അതിൽ നമുക്ക് ഫൈനൽ സബ്മിറ്റ് അടിച്ച് നോക്കാം. ഇതൊരു ടെസ്റ്റ് റേഞ്ചാണ്. ഈ റേഞ്ചിൽ ഒരു മദ്രസ മാത്രമേ ഉള്ളൂ. ആ മദ്രസയെ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്ലോഡ് ചെയ്തു. അവിടെ ആ റേഞ്ചിൽ വേറെ മദ്രസകളൊന്നുമില്ല, എല്ലാ മദ്രസകളും ഇപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ താഴെ കാണിക്കും ഓൾ മദ്രസ ഇൻ ദിസ് റേഞ്ച് ഹാവ് സബ്സ്ക്രൈബ്ഡ് ഫോർ 2026. ഇനി നമുക്ക് ഇതിന് ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. മാഗസിൻ സെക്രട്ടറിയാണ് ഇത് ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ സബ്മിറ്റ് ചെയ്യാം. ഒന്നുകൂടി അവർ കൺഫർമേഷൻ ചോദിക്കുകയാണ്. ആർ യു ഷുവർ യു വാണ്ട് ടു ഫൈനൽ സബ്മിറ്റ്? ആഫ്റ്റർ സബ്മിഷൻ നോ ചേഞ്ചസ് ആർ അലൗഡ്. ഇത് റേഞ്ച് സെക്രട്ടറി ഫൈനൽ സബ്മിറ്റ് ചെയ്യലോടുകൂടി പിന്നെ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയുകയില്ല. ആ റേഞ്ചിലെ എല്ലാ മദ്രസകൾക്കും സുന്നത്ത്, കുസുമം, മുഅല്ലിം വരിക്കാരൊക്കെ ചേർത്ത് കഴിഞ്ഞു എന്നതാണ്. അത് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഫൈനൽ സബ്മിറ്റ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നു. ഇവിടെ നമുക്ക് ഫൈനൽ സബ്മിറ്റഡ് എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഫൈനൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി ആ റേഞ്ചിൻ്റെ ഇപ്രാവശ്യത്തെ സുന്നത്ത് കുസുമം ക്യാമ്പയിൻ സമാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ റേഞ്ച് മാഗസിൻ സെക്രട്ടറിമാരും കൃത്യമായി ചെയ്യണം. ആകെ ചെയ്യാനുള്ളത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സമയമെടുത്തത്. ഒരു മാഗസിൻ സെക്രട്ടറിക്ക് ചെയ്യാൻ ആവശ്യമായ സമയം വളരെ പരിമിതമായ സമയം മാത്രമായിരിക്കും വേണ്ടത്.